ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ചോദിക്കാനും പറയാനോ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വക കാട്ടായങ്ങളൊന്നും ഞങ്ങൾ കാണേണ്ടി വരത്തില്ല. എന്നതാ ചിരട്ടയിൽ കെട്ടുതൂക്കി ഇട്ടേക്കൊന്ന് എപ്പടി ഫ്യാഷനാണ്. കഴിഞ്ഞ കാലം കുണഞ്ഞ സുമം. ഒരു നിമിഷം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇങ്ങനെ കാണിക്കും ട്രേഡ് ചെയ്ത് പൈസ കിട്ടിയെന്നും പറഞ്ഞു. ഇത് ഫുള്ളും സ്ക്രിപ്റ്റഡ് ആണ്. എല്ലാ യൂട്യൂബേഴ്സും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ബ്രാൻഡ് തരുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഇതുപോലത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആണ് എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അൺവാണ്ടഡ് ആപ്ലിക്കേഷനിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയരുത്. സ്റ്റേ സേഫ്. എവിടെ ഐഡന്റിറ്റി കാർഡൊക്കെ എവിടെ? തമോഗോളങ്ങളുടെ എമ്പുരാൻ. എന്റെ തമ്പുരാനേ, നിനക്ക് അവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. എമ്പുരാനേ എമ്പുരാനേ, ഇത്ര വഴി കടന്നിട്ട് കഴപ്പ്. ആദ്യമായിട്ടാ സ്തുതി പറഞ്ഞ് സാലൂട്ടടിക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എമ്പുരാനല്ല, അത് കരീംബായി. ഈശോ മിശിഹായിക്ക് സ്തുതി. അയച്ചല്ലോ. എമ്പുരാനല്ല എംപൂരാൻ. ലൈൻ കട്ട് പറയുന്നവർ പറയട്ടെ ബ്രോ, ഈ കളിയാക്കുന്ന ഒരിക്കൽ നിന്റെ വീട്ടിൽ കയറി ഇടിക്കും. അപ്പൊ തീരുന്നിന്റെ കിടപ്പ്. വഴി ഉണ്ടായിട്ടും വഴി വെട്ടി വന്നവൻ എംപൂരാൻ. ഇതെല്ലാം സൂക്കേടാണെന്നേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ സ്തുതി. നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് എങ്ങനെ പഴയകാല ഓർമ്മയോ? അവരിപ്പോഴും 80കളിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് പറയുക നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് എന്നതാ ചേച്ചിട്ടേക്കുന്നു. ഈ മുല്ലപ്പൂന്നും ചെയ്യുന്നില്ലേ? നമ്മള് കുഞ്ഞുനാളിലെ മാങ്ങ പറിച്ച് തിന്നാറുണ്ട് അല്ലേ? മാങ്ങ എറിഞ്ഞു പറിക്കാറുണ്ട്. മാങ്ങാണ്ടി പറിച്ച് തിന്നരുത്, അണ്ടിയോട് എടുക്കുമ്പോഴേ പുളി അറിയത്തുള്ളൂ. നാളിലെ മാങ്ങ പറിച്ച് തിന്നാറുണ്ട് അല്ലേ? മാങ്ങ എറിഞ്ഞു പറിക്കാറുണ്ട്. മാങ്ങ പറി, കശുമാങ്ങ പറി, കശുമാങ്ങയുടെ അണ്ടി പറി. സൂപ്പർ മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ. അവിടെ കുഴിച്ചിട്ട് എന്നിട്ട് കിളുക്കണവരെ കാത്തിരിക്കും. എന്നിട്ട് പഴയ ആൾക്കാരല്ലെന്ന് പറ. മാങ്ങ കിട്ടി, നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് എടുത്തതാണ്. നല്ല മാങ്ങ. ഹലോ, വെയിറ്റ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ബിനോമോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു മെഴ്സിഡീസ് ബെൻസിന്റെ ലുമോസിൻ വരെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് ബിനോമോ എന്നാണ് അവർ പറയുന്നത്. ഇതിലിപ്പോൾ ഒരു കോൺടെസ്റ്റ് നടപ്പുണ്ട്, ഫ്രോഗ് ഓഫ് ഫോർച്യൂൺ ആൻഡ് മെനി മോർ പ്രൈസസ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 10 lakh വരെ ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലും കളിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റിയൽ അക്കൗണ്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണിക്കും. ഇത് അപ്പാണോ ഡൗൺ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനൊരു 4000 ട്രേഡ് നോക്കുവാണ്. ഇത് അപ്പാവുമെന്ന് കരുതി ഞാനൊരു 5 seconds ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കണം. യെസ്, 4000 became 7200 in few seconds. സോ ഇനി ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്? വളരെ ഈസിയാണ്. നമുക്ക് UPI വഴിയോ പേടിഎം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. In just one click and use my promo code JOKU to get your first deposit double. A lot of people are making it Binomo. If you deposit 1000, it become 2000. യവനിത് കരഞ്ഞ് തീർത്തില്ലേ? ഈ എന്റെ കഴപ്പ് ഇതുവരെയായിട്ടും തീർന്നില്ല. ഇവന്റെ കരച്ചിട്ട് ഇടത്ത് അവസാനം ഇല്ലേടത്. ഈ ഇരുതല മൂരി എന്താണെന്നറിയില്ല, പക്ഷെ ഇവൻ കരയുമ്പോൾ ഞാൻ എന്തിനാ ചിരിക്കുന്നേ? നിനക്ക് ഇതിന് മാത്രം കണ്ണീര് വിടുന്നടാ. ലപ്പിരിയാറ് പൊട്ടതിന് മുമ്പ് എവന്റെ ഒരു പ്രളയം ഉണ്ടാവും തോന്നുന്നു, കരഞ്ഞ്. ഇത് മറ്റേ കുരയ്ക്കുന്ന പട്ടികളൊക്കെ മേടിച്ചിട്ട് ചങ്ങനെ കിടത്തില്ലേ? അവനൊന്ന് വെറുതെ വിട്ടാടാ അവൻ. പ്രേമ കാമ കഴപ്പ. പ്രേമ കൊച്ചു പ്രേമ ഏച്ചു പാടായിരുന്നു.
പ്രേമ പ്രേമ ഇത് പ്രേമമല്ല കാമല്ല ഇത് കഴപ്പ്. ഞാനെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്തിരി എടുത്തിട്ട് കറണ്ടേ കുത്തിയാണ്. അങ്ങനെയെങ്കിലും അവന്റെ അഭിനയം പുറത്തു വരട്ടെ. ചത്ത് 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 ചത്ത്. ഹലോ. അയ്യോ അഭിനയിച്ച് മരിക്കുക കേട്ടോ. സ്നേഹിക്കുന്നവരെ ഈശ്വരൻ കാക്കുവാനന്ദേട്ടാ, സ്നേഹിക്കുന്നവരെ ഈശ്വരൻ കാക്കുവാനന്ദേട്ടാ. കാക്കട്ടെ, എല്ലാവരെയും കാക്കട്ടെ. എന്നാ ഒന്നും മിണ്ടാത്ത ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ആവശ്യത്തിൽ കൂടുതൽ പെങ്ങള് തന്നെ എക്സ്പ്രഷൻ ആയിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഒരുപാട് മിണ്ടുന്നേ. ചലിച്ചിട്ടിട്ട്. പക്ഷെ അനന്തേട്ടനെ എനിക്കറിയാം. മാന്ത്രിക പുരയിൽ വെച്ച് എന്താ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? കുറുമ്പിന്റെ മിന്നലിലെ പൂങ്കുയിലായി കുറുകുന്ന പ്രായ. അതെന്നാടാ ആഗ്രഹം? ഹലോ. അനന്തബദ്ധത്തിലേക്ക് ഡയലോഗ് ചവച്ചരച്ച് തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. അപ്പൊ നമുക്കിനി അടുത്ത വരും വീഡിയോയിലൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റ. നമുക്ക് ലഹരി വേണ്ട, പരസ്പരം സ്നേഹം മതി. ഇത് വേടനല്ല, ഇത് കാടൻ. കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി നീ ലഹരി ഉപയോഗിക്കും. ഇത് വേടനല്ല, ഇത് വെടല. സിനിമയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ധൈര്യം കൂടുമെന്ന് നിങ്ങൾ കാണും. എന്റെ ഉള്ള ധൈര്യം കൂടി പോയടാ. അത് വെറും കെട്ടുകഥയാണ്. പിന്നെ ഉള്ള ധൈര്യം കൂടി പോകുമല്ലോ. ധൈര്യം ചിന്താരീതിയിലും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പല റാപ്പർമാരുടെ അവസ്ഥ ഇത് തന്നെയാ. ബീജം കുത്തിക്കയറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ആത്മവിശ്വാസത്തിലും നിന്നുമാണ് കിട്ടുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലഹരിക്കെതിരെ പ്ലക്കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞ പോലെ ഉണ്ട്. ലഹരിയിൽ നിന്നല്ല കിട്ടുന്നത് കൂട്ടരെ. നമുക്ക് ലഹരി വേണ്ട. 4 മാർക്കിന്റെ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് പരസ്പരം സ്നേഹം മതി. നമുക്ക് ലഹരി വേണ്ട. വിഷുക്കാവാറായില്ലേ? വിഷുക്കാവാറായില്ലേ? വിഷുവൊക്കെ കഴിഞ്ഞല്ലോ. അതിന്റെ പേരിനെ അയ്യോ കണിക്കൊന്ന കണിക്കൊന്ന എന്താ കുന്ന പറയാ? അയ്യോ കണിക്കുന്ന കനകുന്ന കനകുന്ന. അപ്പൊ ഈ വർഷം പറയല്ലേ ആൾക്കാരെ എന്റെ അമ്മ പൊകല് ഇടും. പൊകല് എന്ത് പൊകലോ? പൊങ്കാല. ആ പൊങ്കാലിടും. പറഞ്ഞത് കണിക്കുന്ന കണിക്കൊന്ന. എന്തിനാ അങ്ങനെ മൗനമായിട്ട് നിക്കുന്നേ? പൊക്ക 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 പോയില്ലേ? പറയും കളിക്കുക. എന്തെങ്കിലും ഒന്ന് പറയൂ. എന്റെ ഇൻസ്റ്റാ ഫീൽഡിൽ മാത്രം ഇങ്ങനത്തെ റീൽസ് എന്താ വരുന്നേ? തിരിഞ്ഞൊക്കെ നിന്ന് കൊണ്ടി കുലുക്കിക്കൊണ്ടിരിക്കണം. ചേട്ടാ എന്നാ പറ്റി? എന്താണ് പ്രശ്നം? എന്താണ്? ഹോർമോൺ വ്യതിയാനം സംഭവിച്ചാന്ന് തോന്നുന്നു. ഇച്ചോക്കെ എന്ത് പറയാൻ കാണിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ല. എന്തെല്ലാം കാട്ടപരാധങ്ങളല്ലേ കാണുന്നത് നമ്മളൊരു ദിവസം. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ കരയുന്ന സമയത്തുള്ള വീഡിയോ നിങ്ങൾ എടുത്തു വെക്കും. എന്നിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലേക്ക് എത്തിയെന്ന് കാണിക്കാൻ വേണ്ടി അവസാനം എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും. നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല ആൾക്കാരും ഇപ്പോഴും റിയൽ ലൈഫിലേക്ക് വന്നിട്ടില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷനായിട്ട് കാണിക്കേണ്ട ആ ഒരു ട്രെൻഡൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ കണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കഷ്ടപ്പെടാതെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ. അതിപ്പോൾ ഈ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിനും വേണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു കഴിവ്. ചില ആൾക്കാരൊക്കെ പറയാം അപ്പൻ്റെ ബിസിനസ് അല്ല നീ ചെയ്യുന്നത്. അതെ, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ള കഷ്ടപ്പാടുകൾ തന്നെയാണിത്. ഇറ്റ്സ് കോമൺ. ഈ വക ഇത് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ടും കുറേ പെൺകുട്ടികൾ ഇത് അനുകരിച്ച് വരുന്നതായിട്ട് കാണുന്നു.
കരയുന്ന വീഡിയോ എടുത്ത് വെക്കുക. എന്നിട്ട് ഞാനിതുവരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്തിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാം, അത്രേ ഉള്ളൂ. ഹലോ. അല്ലെങ്കിൽ നിങ്ങൾ അത്ര നല്ലൊരു അച്ചീവ്മെന്റ് എടുക്കുക. തൊട്ടാൻ പിടിച്ചതൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ കാര്യമായ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്ത ശേഷം നിങ്ങളത് മോട്ടിവേഷനായിട്ട് പറയുക. അല്ലാതെ അടുത്ത വീഡിയോ നോക്കാം. പെണ്ണിനല്ല സൗന്ദര്യം, ആണിനല്ല സൗന്ദര്യം, പ്രണയത്തിനാണ് സൗന്ദര്യം. നിങ്ങളിവിടെ ഇതും കൊണ്ടിരുന്നോ? ഞാൻ റിമോട്ട് കാർ വാങ്ങാൻ പോകും. 23 വയസ്സുള്ള യുവാവ് തലചുതറി മരിച്ചു. ഞാനിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ വരും. അതാണ് അവന് പെണ്ണ് കിട്ടിക്കൂടെ? ഇവന് പെണ്ണ് കിട്ടിയതല്ലേ പ്രശ്നം, അവൻ്റെ പ്രായം നോക്കണേ. ഇവിടെ 10-28 വയസ്സുള്ളവന്മാരൊക്കെ പെണ്ണിലാണ്ട് നടക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി കുറേ റേസിസം പറഞ്ഞിട്ട് വരും. ഓഫ്, അങ്ങനെ പറയണോ? അമ്മ എനിക്ക് നാളെ ഒരു കുട്ടി അപ്പോൾ ഉണ്ടാക്കി തരുമോ? എലോൺ മസ്ക് പറഞ്ഞതുപോലെ ഇതും ചിലപ്പോൾ AI വല്ലതായിരിക്കും അല്ലേ? ആരെങ്കിലും പറഞ്ഞത് ഇതൊക്കെ AI ആണെന്ന്. ഗുരുവായൂരപ്പ ഇന്ദ്രജാലക്കാരാ എന്താപ്പ നിങ്ങന്റെ മറിമായം? അപ്പനും മോനും കൂടി ഒരുമിച്ചാ സുന്ദരനാട്ടോ, ഇഷ്ടാവും. യവനല്ലേ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഒരു ശീലകൃഷ്ണ നടത്തിയതിന് വർക്ക് ചെയ്ത് വിളിച്ചിറക്കി കൊണ്ടുവരും. എന്നിട്ട് ഞാൻ നോക്കും എന്റെ പെണ്ണായിട്ട്. എന്റെ പെണ്ണായിട്ട് വരുന്ന വഴിക്ക് ഒരു കൊട്ട വീഡിയോ കൂടി വാങ്ങിക്കോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശിവനെ പറ്റി നല്ല രീതിക്ക് പറയുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. അത് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ. അറിയാം. എന്ത് പാർവതിനെ പറ്റി പറയാത്ത? പാർവതിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഗൈസ്. നമ്മള് വിചാരിക്കുന്ന കണക്കൊന്നും ഒരു ലെവൽ പാർവതി നമ്മളെ ഉള്ളിൽ വരത്തുമില്ല, കാണത്തുമില്ല. അങ്ങനെയുള്ളൊരു പെമ്പിള്ളൊരു വരത്തുമില്ല. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതമൊക്കെ മിക്കവാറും പോഞ്ഞാട്ടായി പോയിട്ടുണ്ടാവും. പാർവതിയൊക്കെ മിക്കവാറും നമ്മളെ ബന്ധത്തിലാ. ഏത് പാർവതി? മുറയിലൊക്കെ ഉള്ള പെമ്പിള്ളേരൊക്കെ ആവാനേ ചാൻസ് ഉള്ളു ഗൈസ്. എന്തോ കാര്യമായിട്ട് തോന്നണുണ്ടല്ലോ എല്ലാ ദിവസവും. മിക്കവാറും ഇങ്ങനെ പോണ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഗൈസ്. എന്താ നിന്റെ പ്രശ്നം? ശിവമയ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. കമന്റ് ബോക്സിൽ പാർവതിയുടെ വിളയാട്ടം. പാർവതി, അയ്യോ എനിക്ക് ഡിമാൻഡൊന്നും ഇല്ല ശിവമൻ ചേട്ടാ, ഞാൻ നിന്റെ അടുത്ത് എന്തോ ഉണ്ടാക്കാൻ വന്നടാ. ഇടയ്ക്ക് ശിവനായിരുന്നു ഏറി കേൾക്കുമ്പോൾ വെച്ചത്. ഇപ്പൊ ഞാൻ പാർവതിനെ കൂടി വിളിച്ചു കയറ്റുക. പാർവതിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഗൈസ്. നമസ്തേ എല്ലാവർക്കും. തള്ളേ, നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ. സഹിക്കണൊരു പരിധിയുണ്ട്. നമസ്തേ. ഗുമസ്തേ. എന്റെ ഹൃദയം നിറഞ്ഞ ഹൃദയമല്ല ചേച്ചി, ഹൃദയം. ഹാർപ്പിക്കിന്റെ ഹാ. എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ ഹൃദയം തകർന്നു. ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. ഇവരുടെ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോളെ ഇതിനൊക്കെ. മുത്തുക്കടയും ജോഡി അങ്ങോട്ടാ. എന്താണ് ഇത്? നാടകം. മരത്തിലൊരു താങ്ങ്. ഇതിനാണോ മരം വെട്ടി കൈ പിടിച്ചേക്കുന്നത്? ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാളെ മനസ്സിലാലോചിച്ച് കണ്ണടച്ചൊന്ന് ഗാനം കേട്ടോക്കണേ. जया सपने जया अपने जया मेरी जिंदगी है. जया सपने जया अपने जया मेरी हर खुशी है. जया सपने जया अपने जया मेरी चाहत. പിന്നെ അങ്ങനെ എപ്പോഴും കളിയാക്കാനായിട്ട് ജോക്ക് വരത്തില്ല. മതി മതി, ബാക്കി പാടി കൊളാക്കണ്ട. കൊള്ളാം, അതെല്ലാം നന്നായിട്ട് അവൻ പാടിയിട്ടുണ്ട്. കൈതച്ചക്കയൊക്കെ ഉണ്ടല്ലോടാ. നിങ്ങൾക്കൊക്കെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചൂടെ? എന്നിട്ട് നിങ്ങളെപ്പോലുള്ളവരും അവിടെ മാത്രം ജീവിക്കും. ഞങ്ങൾ അങ്ങോട്ടും വരില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരണ്ട. റീൽസിൽ മാത്രം ഇങ്ങനെ കണ്ടാൽ മതി. ഏത് ഇത് കണ്ടാ അറിയാം. പോക്കറ്റ് ക്യാഷ് ഇല്ലാത്തതാണ് ഈ കോലത്തിലേക്കൊക്കെ വന്നു പോകുന്നത്. അയ്യോ, എന്നാലും ആ തുടക്കം പറഞ്ഞ വരി കറക്റ്റാ. അതേതാ തലയില്ലാത്ത ജന്തു? എടാ ഞാനും മുടി വളർത്തി ഒരുത്തനാടാ. എടാ എന്റെയൊക്കെ മുടി നോക്ക്, എന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനെങ്കിലും നോക്ക്. ഇതൊക്കെ ഇതിനെ കക്കൂസ് ബ്രഷോ? ഓ, അവന്റെ ചിരി കണ്ടോ? എന്തൊരു സന്തോഷം. കണ്ടപ്പോ തന്നെ മുഖം ചോർത്തുറന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ശല്യം തന്നെ. MG ശ്രീകുമാറാണ് പേട. ഇത് മെയ്ക്ക് ചെയ്തവൻ ആരാണെങ്കിലും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ആൽവിനടുത്ത് കീറ് സാധനമായിരുന്നു. ചിരിച്ചിരിച്ചെന്റെ ഊപ്പാളെ. പങ്കര സീനാണല്ലോ ഇവൻ. ഇവൻ പങ്കരമാണേ.
നീ ഇവിടെ നിന്ന് നിൽക്കേണ്ടവനല്ല, ജമ്മു കാശ്മീരിലേക്ക് പോകേണ്ടവനാ. മേപ്പോട്ട് പോയാൽ മതിയോ? എന്നാ മേപ്പോട്ട് പോക്കോ. ഇങ്ങനെ കുറേ പേരെ നമ്മൾ ഒറ്റ കുട കീഴിൽ കണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തിട്ട് കുറേ ആയല്ലേ. എല്ലാവരും നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ പോയി ഞാൻ അതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതില്ലെന്ന് അറിയുമ്പോഴേക്കും നേരെ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോവുകയാണ്. എന്നിട്ട് പറയാം ഞങ്ങളൊക്കെ ജോക്കുവിൻ്റെ വലിയ ഫാനാണ്. നിങ്ങൾ കാര്യമായ സപ്പോർട്ടും വ്യൂസും ലൈക്കും കമൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ തോന്നുന്നത്? എനിക്ക് എങ്ങനെയാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ സപ്പോർട്ട് കിട്ടാത്തടത്തോളം കാലം എനിക്കും വീഡിയോ ചെയ്യാൻ പലപ്പോഴും മടിയുണ്ടാവാറുണ്ട്. പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇട്ടൂടെ. ഡെയിലി വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ സപ്പോർട്ടോ കമൻസോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പലപ്പോഴും മടിയാവുന്നത്. അതുപോലെ തന്നെ അവസാനം സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടോ, അതിൽ ഞാനുണ്ടോ എന്നൊക്കെ വന്ന് മാത്രം കയറി നോക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും വീഡിയോ ചെയ്യാനൊക്കെ മടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണെങ്കിൽ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകും. ശ്രേയ സുധീഷ് എന്നാണ് പേര്. എന്താണേലും നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഇനി ഇതുപോലെയൊക്കെ അടിപൊളിയായിട്ട് പാടാൻ സാധിക്കട്ടെ. എനിക്ക് ആരും അയച്ചതെന്നൊന്നും ഓർമ്മയില്ല. ചുമ്മാ റാൻഡമിൽ ആരും അയച്ചതെന്നാണോ എന്ന് അറിയത്തില്ല, അത് ഫ്രണ്ട്സ് ആണോ എന്ന് അറിയത്തില്ല. എന്താണേലും നന്നായിട്ടുണ്ട്. കീപ് ഗോയിങ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇനിയും കുറേ ആയി നമ്മൾ ഇതുപോലെ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട്. സോ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെട്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.